ലോകമാകെയുള്ള ഹൈന്ദവ വിശ്വാസികളെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് അയോധ്യ. എല്ലാ ഒരുക്കങ്ങളും അവസാന ഘട്ടത്തിലാണ്. ജനുവരി 22-നാണ് രാമക്ഷേത്രത്തിലെ പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങെങ്കിലും ജനുവരി 16-ന് ചടങ്ങുകൾ ആരംഭിക്കും. 2000-ഓളം സന്യാസികളാണ് ഈ ചടങ്ങുകളിൽ കാർമ്മികരാവുക. ഏതാണ്ട് ജനുവരി 2-ാമത്തെ ആഴ്ചയോടെ തന്നെ അയോധ്യയിലേക്ക് വിശ്വാസി പ്രവാഹം തുടങ്ങുമെന്നാണ് രാമജന്മഭൂമി തീർത്ഥ് ക്ഷേത്ര ട്രസ്റ്റ് പ്രതീക്ഷിക്കുന്നത്. അതിനു മുൻപായി അയോധ്യാപുരി സജ്ജമാക്കാനാണ് ശ്രമങ്ങൾ. അതിലെ പ്രധാനപ്പെട്ട ഒന്ന് അയോധ്യ ശ്രീറാം ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. ഡിസംബർ 30-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമാനത്താവളം രാജ്യത്തിന് സമർപ്പിക്കും. എയർ ഇന്ത്യ എക്സ്പ്രസ്, ഇൻഡിഗോ വിമാന കമ്പനികളാണ് ആദ്യത്തെ സർവീസുകൾ ആരംഭിക്കുക. വിമാനത്താവള ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്ര വ്യോമയാന മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും പങ്കെടുക്കും. എയർ ഇന്ത്യ എക്സ്പ്രസ്, ഇൻഡിഗോ വിമാനങ്ങൾ ആദ്യ ദിവസം തന്നെ സർവീസ് നടത്തും. ഡൽഹിയിൽ നിന്നാണ് ഈ സർവീസുകൾ. സാധാരണ സർവീസ് ജനുവരി 16-നാണ് ആരംഭിക്കുക. അയോധ്യയിലേക്കുള്ള ആദ്യ വിമാനം ഡൽഹിയിൽ നിന്ന് 30-ന് രാവിലെ 11-ന് പുറപ്പെടും. അയോധ്യയിൽ ഉച്ചയ്ക്ക് 12:20-ന് ലാൻഡ് ചെയ്യും. 2:10-ന് ഡൽഹിയിലെത്തും. ഡിസംബർ 30-ന് ഡൽഹിയിൽ നിന്ന് അയോധ്യയിലേക്കും തിരിച്ചും ഉദ്ഘാടന സർവീസ് ഇൻഡിഗോയും നടത്തുന്നുണ്ട്. എയർ ഇന്ത്യ എക്സ്പ്രസിന് മുൻപേ ജനുവരി 6 മുതൽ ഇൻഡിഗോയുടെ പതിവ് സർവീസുകൾ ഉണ്ടാകും. രാജ്യത്തെ വിവിധ വിമാനത്താവളങ്ങളിൽ നിന്ന് അയോധ്യയിലേക്ക് സർവീസ് തുടങ്ങാനാണ് എയർ ഇന്ത്യ എക്സ്പ്രസും ഇൻഡിഗോയും പദ്ധതിയിടുന്നത്. ദക്ഷിണേന്ത്യയിൽ ചെന്നൈ, ബംഗളൂരു, കൊച്ചി എന്നിവയിൽ നിന്ന് ആദ്യഘട്ടത്തിൽ തന്നെ സർവീസ് തുടങ്ങും. ഇൻഡിഗോയും ഒട്ടുമിക്ക നഗരങ്ങളിൽ നിന്ന് അയോധ്യയിലേക്ക് സർവീസ് ആരംഭിക്കാൻ പദ്ധതിയിടുന്നുണ്ട്. എയർബസ് 321, ബോയിങ് 737 വിമാനങ്ങൾ ഇറങ്ങാൻ കഴിയുന്ന വിധത്തിൽ 2.25 കിലോമീറ്റർ നീളമുള്ള റൺവേയാണ് അയോധ്യയിൽ. 2ാം ഘട്ട റൺവേ വികസനത്തോടെ ബോയിങ് 787 എയർബസ് ഡ്രീം ലൈനർ വിമാനങ്ങളും ഇറക്കാനാകും. ആ സമയമാകുമ്പോഴേക്കും രാജ്യാന്തര സർവീസുകളും ആരംഭിക്കും. 350 കോടി രൂപ ചിലവിട്ടാണ് വിമാനത്താവളം നിർമ്മിച്ചത്. 2ാം ഘട്ടത്തിൽ റൺവേയുടെ നീളം 3.7 കിലോമീറ്റർ ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വിമാനത്താവളത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും വ്യോമയാന മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയും എന്നും വിലയിരുത്തുന്നു. അയോധ്യക്ഷേത്രത്തിന്റെ മാതൃകയിലാണ് വിമാനത്താവളത്തിന്റെ ടെർമിനൽ കെട്ടിടം നിർമ്മിക്കുന്നത്. ഒപ്പം രാമചരിതമാകെ കൊത്തിവെക്കുന്ന ശില്പങ്ങളും വിമാനത്താവള കെട്ടിടത്തിന്റെ അഴക് കൂട്ടും. 65,000 ചതുരശ്ര അടിയിലാണ് ടെർമിനൽ കെട്ടിടം. മണിക്കൂറിൽ 500 യാത്രക്കാരെ കടത്തിവിടാവുന്ന വിധമാണ് ഇപ്പോൾ ടെർമിനൽ പൂർത്തിയാകുന്നത്. അടുത്ത ഘട്ടത്തിൽ ഇത് വർദ്ധിപ്പിക്കും. ഇപ്പോഴത്തെ നിലയിൽ 1 വർഷം 6 ലക്ഷം യാത്രക്കാർക്ക് അയോധ്യ വിമാനത്താവളത്തിലൂടെ യാത്ര ചെയ്യാനാകും. ദേശീയപാത 27 ചേർന്നാണ് വിമാനത്താവളം. വിമാനത്താവളത്തിൻ്റെ പരിസരത്താകെ സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. വിമാനത്താവളത്തിലേക്ക് ആവശ്യമായ വൈദ്യുതിയുടെ ഒരു ഭാഗം സൗരോർജ്ജത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ ലക്ഷ്യമിടുന്നത്. സുരക്ഷാ ചുമതല CISF-നായിരിക്കും. മുമ്പ് ഉണ്ടായിരുന്ന എയർ സ്ട്രിപ്പ് ഉത്തർപ്രദേശ് സർക്കാർ 821 ഏക്കർ ഭൂമി നൽകിയതോടെ രാജ്യാന്തര വിമാനത്താവളമായി ഉയർത്തുകയായിരുന്നു. വിമാനത്താവളം പൂർത്തിയായി നാടിന് സമർപ്പിക്കുന്നതോടെ ഇന്ത്യയിലെ ആഭ്യന്തര സഞ്ചാരികളും വിദേശത്തു നിന്നുള്ള സഞ്ചാരികളും ഡെസ്റ്റിനേഷനുകൾ ഒന്നായി അയോധ്യ മാറുമെന്നാണ് കരുതുന്നത്. തീർത്ഥാടന കേന്ദ്രം എന്നതിൽ അപ്പുറം രാമക്ഷേത്രം കാണാൻ നിരവധി പേർ വരുമെന്നും പ്രതീക്ഷിക്കുന്നു. അയോധ്യയിലേക്ക് ജനുവരി 16 മുതൽ 1000 ട്രെയിൻ സർവീസുകൾ നടത്താനാണ് റെയിൽവേ പദ്ധതിയിടുന്നത്. ഇന്ത്യയിലെ എല്ലാ നഗരങ്ങളിൽ നിന്നും അയോധ്യയിലെത്താവുന്ന വിധമായിരിക്കും ഈ സർവീസുകൾ ക്രമീകരിക്കുക.